സീറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ഇന്ന് പാലായിൽ തുടക്കം. അരുണാപുരം അൽഫോൺസൈൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സെന്റ് തോമസ് കോളേജ് ക്യാമ്പസുമാണ് പ്രധാന വേദികൾ. പ്രാതിനിധ്യ സ്വഭാവത്തോടെ അൽമായരും സമർപ്പിതരും വൈദികരും പങ്കെടുക്കുന്ന ഈ സഭായോഗത്തിലേക്ക് മൗണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന സിനഡിനിടയിലാണ് പിതാക്കന്മാർ എത്തിച്ചേരുന്നത് എന്നത് അസംബ്ലിയുടെ പ്രാധാന്യവും ഗൗരവവും വ്യക്തമാക്കുന്നതാണ്. സീറോ മലബാർ സഭയുടെ അടുത്ത 5 വർഷത്തിലേക്കുള്ള കർമ്മപദ്ധതി തയ്യാറാക്കാനുള്ള പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും മഹനീയ മുഹൂർത്തത്തിനാണ് ഈ അസംബ്ലി വേദിയാവുക. ശാന്തമായി ഒഴുകുന്ന ഈ മീനച്ചിലാറിന്റെ തീരത്തുള്ള അൽഫോൺസൈൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇനി സീറോ മലബാർ സഭയുടെ ആഗോള വിശ്വാസികളുടെ പ്രതിനിധികൾ ഈ 4 ദിവസങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രാർത്ഥനയുടെയും പഠനത്തിന്റെയും നവീകരണത്തിൻ്റെതുമായ 4 ദിനങ്ങൾ. 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാല അൽഫോൺസൈൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് കൊടിയേറുമ്പോൾ സഭാവിശ്വാസികൾ എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയിലും ആകാംക്ഷയിലുമാണ്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇന്ന് പാലാ രൂപതയിൽ ഇവിടെ കൊടിയേറുന്നത്. ഏകദേശം 348 വിശ്വാസികളാണ്, പ്രാതിനിധ്യ സ്വഭാവമുള്ള ഈ ഒരു അസംബ്ലിയിൽ 348 വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. അതിൽ 80 വയസ്സിന് താഴെ പ്രായമുള്ള 50 മെത്രാന്മാരുണ്ട്, 35 മുഖ്യ വികാരി ജനറൽമാരും 74 വൈദിക പ്രതിനിധികളും 146 അൽമായരും 37 സമർപ്പിത സഹോദരിമാരും 7 ബ്രദേഴ്സും ഉൾപ്പെടെയാണ് ഈ 348 എന്ന ഈ ഒരു നമ്പറിലെത്തിയിരിക്കുന്നത്. 22-ന് ആരംഭിക്കുന്ന ഈ ഒരു സമ്മേളനം 25 ഞായറാഴ്ച രാവിലെയാണ് സമാപിക്കുക. 3 വിഷയങ്ങളാണ് ഈ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും. കാലോചിതമായ മാറ്റം സഭയിൽ കൊണ്ടുവരുന്നതിനും നവീകരണവും പ്രാർത്ഥനയും പഠനവും എല്ലാം അടിസ്ഥാനമാക്കി സീറോ മലബാർ വിശ്വാസികൾ ഈ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെ കാണുമ്പോൾ കേരള സഭ മുഴുവൻ വലിയൊരു പ്രതീക്ഷയിലാണ്. ഈ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങൾ ഇതേക്കുറിച്ച് നമുക്ക് കാണാം. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രധാനപ്പെട്ട ഒരു കൂടിയാലോചന സമിതിയാണ് ഈ അസംബ്ലി. സഭയുടെ ഒരു പരിച്ഛേദം എന്ന് പറയാൻ സാധിക്കും. 35 രൂപതകളിൽ നിന്നും അതുപോലെ തന്നെ അപ്പസ്തോലിക് വിസിറ്റേഷനിൽ നിന്നും കൂടാതെ രൂപതകളാകാത്ത മൈഗ്രൻസ് കമ്മ്യൂണിറ്റികളുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 5 മണിക്ക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ തുടക്കം കുറിക്കും. പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ആരാധന, അത് കഴിഞ്ഞ് റംസ പ്രാർത്ഥന, അതിനുശേഷമാണ് ഒത്തുകൂടൽ. നിങ്ങൾക്കറിയാവുന്ന പോലെ നാളെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത്. ഈ എപ്പിസ്കോപ്പൽ അസംബ്ലി സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പുരാതനമായിട്ടുള്ള പള്ളിയോഗത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള രീതിയാണ് ഇത് നടത്തപ്പെടുക. അഭിവന്യ മെത്രാന്മാർ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സന്നിഹിതരാണ്. വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് സഭാ സിനഡ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. സിനഡിൻ്റെ ഇടയ്ക്കാണ് സിനഡ് നിർത്തിവെച്ചിട്ട് ഈ അസംബ്ലിക്കായിട്ട് വരിക. 50ഓളം ബിഷപ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ എല്ലാ രൂപതകളിൽ നിന്നും അപ്പസ്തോലിക് വിസിറ്റേഷനിൽ നിന്നും പ്രതിനിധികളായിട്ടുള്ള വൈദികർ വരുന്നുണ്ട്. സമർപ്പിതരുടെ പ്രതിനിധികളുണ്ട്, അൽമായരുടെ പ്രതിനിധികളുണ്ട്. നീണ്ട ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. 2023 ജാനുവരിയിൽ വിഷയാവതരണ രേഖ പുറത്തിറക്കി. കലാനുസൃതമായിട്ടുള്ള നവീകരണം സാധ്യമാകുന്ന വിധത്തിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. സഭയുടെ ദൗത്യവും അതോടൊപ്പം തന്നെ ജീവിതവും എങ്ങനെ കലാനുസൃതമായിട്ട് നവീകരണം നടത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നടക്കുക. വിശ്വാസ പരിശീലനത്തിൻ്റെ നവീകരണം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അൽമായരുടെ പങ്കാളിത്തം, സാമുദായിക ശാക്തീകരണം എന്നീ ത്രിവിധ വിഷയങ്ങളാണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് ചർച്ചകൾക്ക് അതോടൊപ്പം തന്നെ നിഗമനങ്ങൾക്ക് സമയം നൽകുന്നത്. സീറോ മലബാർ സഭയുടെ ഈ ഒരു ജനറൽ അസംബ്ലിയിലെ
മുഖ്യ ജനറൽ കോർഡിനേറ്ററും അതോടൊപ്പം തന്നെ പാലാ രൂപതയുടെ മുഖ്യ വികാരി ജനറലുമായ ഫാദർ ജോസഫ് തടത്തിലച്ചൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് അച്ഛാ. തീർച്ചയായിട്ടും പാലാ രൂപതയ്ക്ക് ഒരു അംഗീകാരമാണ്, ഒപ്പം ഒരു വലിയ ഉത്തരവാദിത്വമാണ്. കാരണം സഭയുടെ വലിയ വളർച്ചയുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. നമുക്ക് ലോകമാസകലം രൂപതകളും സംവിധാനങ്ങളുമായി, അപ്പോൾ അതുകൊണ്ട് തന്നെ അംഗങ്ങൾ കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ രൂപതയുടെയും പ്രാതിനിധ്യം സിനഡ് പ്രത്യേകമായ നിയമം പാസ്സാക്കി ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 348 പേരാണ് ഇവിടെ എത്തുക. അവർക്കുള്ള റൂമുകൾ, മറ്റു ക്രമീകരണങ്ങൾ, ഇവിടുത്തെ ഇരിപ്പിടങ്ങൾ എല്ലാം റെഡിയായി, ബാഗുകളും ഫയലുകളും എല്ലാം തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. പാലാ രൂപതയുടെ അധ്യക്ഷൻ അഭിനന്ദിയ കല്ലറിങ്ങാട്ട് പിതാവ് ഓരോ കാര്യത്തിലും ഞങ്ങൾക്ക് വലിയ പിന്തുണയും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷം. പിതാവ് ഇപ്പോൾ സിനഡിലായിരുന്നു, ഇന്നിപ്പോൾ അഭിനന്ദിയ പോളി പിതാവിനോടൊപ്പം എത്തിയിട്ടുണ്ട്. മറ്റു പിതാക്കന്മാരും പുറകെ എത്തും. എങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ അച്ഛന്മാരും അവരുടെ കൂട്ടത്തിൽ നമ്മുടെ അൽമായരും ഒക്കെ കൂടി നല്ല ടീം വർക്ക്, ഇന്നലെ മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലും അതുപോലെ തന്നെ റൂമുകൾ റെഡിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പലിന്റെ ജനറൽ സെക്രട്ടറി ആയ ഫാദർ ജോജു കല്ലിങ്ങലച്ചൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് അച്ഛാ. നിങ്ങൾ കാണുന്നത് പോലെ സീറോ മലബാർ സഭയുടെ 5ാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്കായിട്ട് വേദിയും അംഗങ്ങളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. കാലാനുസൃതമായ ജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ, ഇതാണ് പ്രധാനമായ വിഷയം. ഈ വിഷയത്തിൽ 3 മറ്റ് വിഷയങ്ങളാണ് ഇതിനോട് ചേർന്ന് പഠനത്തിനും ചർച്ചയ്ക്കുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശ്വാസ പരിശീലനത്തിൻ്റെ നവീകരണം ആദ്യത്തെ വിഷയം. രണ്ടാമത്തത് സുവിശേഷവൽക്കരണത്തിൽ അൽമായരുടെ സജീവമായ പങ്കാളിത്തം. മൂന്നാമത്തെ വിഷയം സീറോ മലബാർ സമുദായ ശാക്തീകരണം. ഇതിനെക്കുറിച്ച് 1.5 വർഷം മുൻപ് തന്നെ ഇതിൻ്റെ മാർഗരേഖ ലീനൈവന്ത എന്ന് പറയും, അത് പുറത്തിറങ്ങി രൂപതകളിലും സന്യാസ സമൂഹങ്ങളിലും സംഘടനകളിലൊക്കെ അതിൻ്റെ പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ടുകൾ തിരിച്ചു കിട്ടി. കഴിഞ്ഞ മാർച്ച് 31 കിട്ടി. തുടർന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രവർത്തന രേഖ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റും ലബോറീസ് എന്നാണ് അതിന് പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ദിവസവും നമ്മളിവിടെ ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്ക് രൂപതകളിൽ നിന്ന്, സന്യാസ സമൂഹങ്ങളിൽ നിന്ന്, മറ്റ് പ്രതിനിധികളിൽ നിന്നൊക്കെയായിട്ട് 348 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, അഭിമന്യ പിതാക്കന്മാരുൾപ്പെടെ. കൂടാതെ കമ്മിറ്റി അംഗങ്ങൾ കുറേ പേര് ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലാ രൂപതയിലുള്ള അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള സെന്റ് തോമസ് കോളേജും ഇതിൻ്റെ വേദി തന്നെയായിട്ട് വരുന്നുണ്ട്.